ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമായ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം. ഈശോയുടെ കരുണയൊഴുകുന്ന നീർച്ചാലാണ് വിശുദ്ധ കുമ്പസാരം. നമ്മുടെ പാപങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഈശോയുടെ ക്ഷമ. അതാണ് വിശുദ്ധ കുമ്പസാരത്തിൽ നടക്കുന്നത്. എത്ര വലിയ പാപിയായിട്ട് ഈശോയുടെ അടുക്കൽ അണഞ്ഞാലും മുഴുവനായും ക്ഷമിച്ച് എല്ലാം മായിച്ചു കളഞ്ഞ് സർവകൃപാവരങ്ങളും നൽകി നമ്മെ തിരിച്ചയക്കുന്ന പവിത്രമായ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. വിശുദ്ധ കുമ്പസാരം എന്നത് ഈശോയുമായിട്ടുള്ള ഒരു സൗഹൃദം പുതുക്കലാണ്. നമ്മുടെ കൂട്ടുകാരനോട്, നമ്മുടെ കൂട്ടുകാരിയോട് നമ്മുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പങ്കുവെക്കും, അല്പ ആശ്വാസത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് അല്പ ആശ്വാസം കിട്ടി, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഈശോയുടെ അടുത്ത് ഒരു സൗഹൃദ സംഭാഷണം നടത്തിയാൽ ഈശോ നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് അതെല്ലാം ലഘൂകരിച്ച് നമുക്ക് നൽകും, ആശ്വാസം നൽകും. ഈ സൗഹൃദ സംഭാഷണമാണ് വിശുദ്ധ കുമ്പസാരത്തിൽ നടക്കുന്നത്. ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളും ഓർത്തെടുത്ത് ഈശോയുടെ മുമ്പിൽ മുട്ടുമേൽ അണയുമ്പോൾ ഈശോ നൽകുന്ന ഒരു സ്നേഹസ്പർശമുണ്ട്, അഭിഷേകമുണ്ട്. കൃപയൊഴുകുന്ന ചാലാണ് കുമ്പസാരം. അവിടെ നമ്മുടെ സർവ്വ നിരാശകളും ദുഃഖങ്ങളും പോയി മറയും. പുതിയ പ്രതീക്ഷയോടെ അവിടെ നിന്ന് നമുക്ക് ഉണർന്ന് എഴുന്നേറ്റ് വരാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഈ കാര്യം നടന്നേ പറ്റൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമയത്ത് നിങ്ങൾ അടുത്ത സ്ഥലത്ത് പോയി കുമ്പസാരിച്ചോ. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈശോ കരുണ ചൊരിയുന്ന ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടും. അപ്പോൾ കുമ്പസാരത്തിൻ്റെ അവസാനം അച്ഛനോട് പറയണം, ഇന്ന കാര്യത്തിനായി ഒന്ന് പ്രാർത്ഥിക്കണം. ആ കാര്യത്തിൽ ഈശോ ഇടപെട്ടിരിക്കും, അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ എല്ലാ പ്രത്യേക സംഭവങ്ങൾക്ക് മുമ്പും നിങ്ങൾ പോയി കുമ്പസാരിച്ചോ, അഭിഷേകമായിട്ട് ദൈവാനുഗ്രഹം കടന്നു വരും. പരീക്ഷയ്ക്ക് മുമ്പ് തലേദിവസം കുട്ടികളോട് കുമ്പസാരിക്കാൻ പറയുമ്പോൾ അവർ കുമ്പസാരിച്ചിട്ട് ആ ദിവസം ഇരുന്ന് പഠിക്കും. മക്കളുടെ സാക്ഷ്യമാണ്, സിസ്റ്ററെ പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈശോ കാണിച്ചു തന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്, അതെല്ലാം പരീക്ഷയ്ക്ക് വന്നു. വേറൊരു കാര്യം പറഞ്ഞത് ഓർമ്മയിൽ എൻ്റെ വരികയാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നു, ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു, എങ്കിലും ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞത് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. കുമ്പസാരത്തിൻ്റെ അഭിഷേകം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അതുവരെ ജീവിതത്തിലുണ്ടായ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും തെളിഞ്ഞു വരും. അപ്പം കുട്ടികൾക്ക് തന്നെ ഭയങ്കര വിശ്വാസമാണ് ഈ മേഖലയിൽ. അതുപോലെ മുതിർന്നവരുടെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വന്നവരോടും ഇതേ രീതി തന്നെ പറഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ മാറ്റം സംഭവിച്ചു. കുടുംബജീവിതമൊക്കെ ഐക്യത്തിലേക്ക് കടന്നു വന്നതായിട്ട് അനുഭവമുണ്ട് ദമ്പതിമാര്. ഇപ്പം കുമ്പസാരം വലിയൊരു അഭിഷേകമാണ്, ദൈവകൃപ ഒഴുകിയിറങ്ങുന്ന ചാലാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന വ്യക്തികളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുമ്പസാരിക്കുക. കുമ്പസാരത്തിൻ്റെ അവസാനം അച്ഛനോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്ന് തുറന്നു പറയുക. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് വിടുതൽ കിട്ടും. അത്ഭുതകരമായി ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ആ വ്യക്തികൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്, സിസ്റ്ററെ ഈ കാര്യം നടന്നു, ഈ ദുഃഖം മാറി, ഞാൻ കുമ്പസാരിച്ചപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി, ആശ്വാസം കിട്ടി. അവരുടെ ജീവിതത്തിലേക്ക് ഈശോ സ്നേഹമായി കരുണയായി കടന്നു വരുന്ന വലിയ അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ, അതുപോലെ എൻട്രൻസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന സമയങ്ങളിൽ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ തൊട്ടടുത്ത ദിവസം നാളെ പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ തലേ ദിവസം രാവിലെ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കുക. അവിടെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം
നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ പറയുക. ഈ മക്കളൊക്കെ പിന്നീട് വന്ന് പറഞ്ഞതും എൻ്റെ മനസ്സിൽ ഉണ്ട്. വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കുമ്പസാരം എന്നത് ദൈവകൃപയുടെ നീർച്ചാലൊഴുകുന്ന അരുവിയാണ്. അത് അഭിഷേകമാണ്, കൃപയാണ്. കുടുംബത്തിനും വ്യക്തികൾക്കും അത് രൂപാന്തരീകരണത്തിനുള്ള അവസ്ഥയാണ്. ഇനി കുമ്പസാരത്തിന് അണയുമ്പോൾ നമ്മൾ ഓടിപ്പോയി കുമ്പസാരിക്കുകയല്ല ചെയ്യേണ്ടത്. നാളെ ഞാൻ കുമ്പസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈശോയോട് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഓർത്തെടുത്ത് ഒരു സൗഹൃദ സംഭാഷണം അവിടെ തന്നെ നടത്തണം. എല്ലാ പാപങ്ങളും ഓർത്തെടുത്ത് ആ പാപങ്ങൾ ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ കാവൽമാലാഖയോട് നിങ്ങളുടെ അടുത്ത് വരാൻ പറയണം. എൻ്റെ കാവൽമാലാഖേ, എന്നെ സഹായിക്കണേ, നന്നായി കുമ്പസാരിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് കാവൽമാലാഖയെ അടുത്ത് വിളിച്ചിരുത്തണം. ഒപ്പം നമ്മുടെ പരിശുദ്ധി അമ്മയും വിശുദ്ധ യോസേപ്പിതാവും സകല വിശുദ്ധരും സകല മാലാഖമാരും എൻ്റെ ചുറ്റുവട്ടത്ത് വരണേ, നന്നായി കുമ്പസാരിക്കാൻ സഹായിക്കണേ എന്ന് ഇവരോട് പ്രാർത്ഥിക്കണം. ഇവരുടെ എല്ലാം അകമ്പടിയോട് കൂടിയാണ് നമ്മൾ കുമ്പസാരിക്കാനായി ദേവാലയത്തിലേക്ക് പോകേണ്ടത്. അവിടെ ചെന്ന് സ്വസ്ഥമായി ശാന്തമായി പള്ളിയിൽ അല്പസമയം ഇരുന്നതിന് ശേഷം ഇരുന്ന് മനസ്താവ പ്രകരണവും കുമ്പസാരത്തിനുള്ള ജപവും എല്ലാം ചൊല്ലി ഒരുങ്ങി എല്ലാം ഓർത്തെടുത്തതിന് ശേഷം നമ്മൾ പരിപൂർണമായിട്ടും അനുദപിക്കുന്നു. ഈ ഒരു പാപത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, ഈശോയെ കൃപ തരണേ എന്നും പറഞ്ഞ് പശ്ചാത്തപിച്ച് ശാന്തമായി വൈദികൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. നമ്മുടെ കൂടെ അതുവരെ ഈശോയാണുള്ളത്. നമ്മൾ പാപങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഓർത്തെടുത്ത് അനുദപിക്കുന്ന സമയത്തും തലേദിവസം മുതൽ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ഈശോ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ നമ്മുടെ കൂടെയുള്ള ഈശോ നമ്മൾ അവിടെ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ നമുക്ക് മറുവശത്ത് വൈദികന് പകരം ഈശോയാണ് നമ്മളെ കുമ്പസാരിപ്പിക്കുന്നത്. വൈദികൻ ഈശോയുടെ പ്രതിനിധിയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. സർവകൃപകളും ആ വൈദികൻ ഈശോയിൽ നിന്ന് നമുക്ക് മേടിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ദൈവിക കൃപയൊഴുക്കുന്ന അഭിഷിക്തനാണ്. നമുക്കവിടെ എല്ലാം തുറന്നു പറയാൻ കഴിയണം. സർവ്വ ആശ്വാസങ്ങളും സർവ്വ കൃപകളും ഈ കുമ്പസാരക്കൂട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചെടുത്തുകൊണ്ട് വരണം പോരാൻ. കുമ്പസാരത്തിന് അണയുമ്പോൾ ആദ്യം പിതാവേ, പാപിയായ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് വൈദികനോട് പറയണം. രണ്ടാമത് എത്ര നാളായി കുമ്പസാരിച്ചിട്ട് എന്ന് പറയണം. മൂന്നാമത് പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തെടുത്ത് പറയണം. ആദ്യം പറയേണ്ടത് നമ്മൾ ദൈവത്തോട് ചെയ്ത തെറ്റുകളാണ്, ദൈവത്തോട് ചെയ്ത പാപമാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. പ്രാർത്ഥനയിൽ വരുത്തിയ വീഴ്ചകൾ, ദിവ്യബലിയിൽ വേണ്ടത്ര യോഗ്യതയില്ലാതെ കടന്നുപോയ അവസ്ഥകൾ, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതിരുന്നത്, ആത്മീയ കാര്യങ്ങളിൽ വന്ന വീഴ്ച, ഇതെല്ലാം ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയിൽ വരുത്തിയ കുറവുകളാണ് ആദ്യം ഏറ്റുപറയേണ്ടത്. രണ്ടാമത് അവനവനോട് തന്നെ വരുത്തിയ തെറ്റുകൾ, അവനവൻ്റെ ജീവിതത്തിൽ വരുത്തിയ പിഴവുകൾ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വരുത്തിയ തെറ്റുകൾ പറയണം. 3, സഹോദര ബന്ധത്തിൽ വരുത്തിയ വിള്ളലുകൾ പറയണം. 4, നമ്മൾ പൊതുവായി നമ്മുടെ കുടുംബക്കാർ, മാതാപിതാക്കൾ, അധ്യാപകർ, അയൽവാസികൾ, സമൂഹം, രാഷ്ട്രം, സഭ, ഈ മേഖലയിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. അവസാനം വൈദികനോട് നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വൈദികനോട് പറയാം. അവിടെ അത്ഭുതം ഒഴുകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അവസാനം പിതാവേ, ഞാൻ പറഞ്ഞതും മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് അവസാനം നമുക്ക് പറയാം. മറച്ചു വെക്കരുത്, മറന്നുപോയതായി നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല.
പിതാവേ, ഞാൻ പറഞ്ഞതും മറന്നുപോയതുമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് പറയേണ്ടത്. അവസാനം വൈദികൻ വേണ്ട ഉപദേശങ്ങൾക്ക് ശേഷം വൈദികൻ പ്രായശ്ചിത്തവും നൽകും. അവിടുന്ന് തലകുമ്പിട്ട് വൈദികൻ നൽകുന്ന ബ്ലെസ്സിങ്ങിന് ശേഷം തലകുമ്പിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് സ്വസ്ഥമായി ഒരു സ്ഥലത്ത് മാറിയിരുന്ന് നമുക്ക് തന്ന പ്രായശ്ചിത്തം നമ്മൾ നിറവേറ്റി, ഇനി ഇതിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, ഒരിക്കലും എന്നെ ഈ പാപാവസ്ഥയിലേക്ക് തിരിച്ചു വിടരുതേ എന്ന് ഈശോയോട് മനസ്സുരുകി പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അത്ഭുതങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത്രയും കൃപയൊഴുകുന്ന കൂദാശയാണ് കുമ്പസാരം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.